സിനിമയിൽ വലിയ സൗഹൃദങ്ങളോ അല്ലെങ്കിൽ സംഘടനയുടെ പരിമിതിക്കുള്ളിൽ അല്ലെങ്കിൽ ചിട്ടവട്ടങ്ങൾക്കൊപ്പം നിൽക്കാത്തൊരു ആളാണ്, ഒരു അഭിനേത്രിയാണ് മീര ജാസ്മിൻ. ഒരു പക്ഷേ അങ്ങനെ അല്ലാത്തത് കൊണ്ടുണ്ടായതാകാം ഇത്, അങ്ങനെ തോന്നുന്നുണ്ടോ? ഞാൻ എല്ലാ സംഘടനയോടും ഞാൻ പറഞ്ഞില്ലേ, എല്ലാവരോടും എനിക്ക് യോജിപ്പുണ്ട്, റെസ്പെക്റ്റ് ഉണ്ട്. പക്ഷേ പലതവണ എനിക്ക് അവർ ചില മീറ്റിങ്സിനോ അങ്ങനെയൊന്നും എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല. എന്ന് പറഞ്ഞിട്ട് ഞാൻ അതിനെ അങ്ങോട്ട് എന്താ പറയുക, അവരിൽ തീരെ അങ്ങോട്ട് ഇതാവുന്നില്ല എന്നല്ല. എനിക്ക് എല്ലാവരോടും സൗഹൃദമുണ്ട്, മനസ്സിലുണ്ട്. ഈ സിനിമയിൽ വന്നതിന് ശേഷമുള്ള എൻ്റെ കൂട്ടുകെട്ടുണ്ടല്ലോ, എനിക്കാകെ മാക്സിമം ഒരു 4 പേര് കാണും. ഈ 4 പേരാണ് എൻ്റെ ലോകം. അവരെ ഡിപ്പെൻഡ് ചെയ്താണ് എൻ്റെ ഉണ്ടല്ലോ, ഞാൻ അവരെ ഭയങ്കരമായിട്ട് അവരോട് ഭയങ്കര അറ്റാച്ച്ഡാണ്. അപ്പോൾ എനിക്കറിയില്ല, മേ ബി അവരിൽ ഒതുങ്ങിക്കൂടാനായിരിക്കും ഞാൻ ഇഷ്ടപ്പെടുന്നത്. എൻ്റെ ഈ 3-4 പേര് അവരോടൊപ്പം ഇരിക്കുമ്പോൾ ഒരിക്കലും ഞാൻ വേറൊരു വ്യക്തി, ഇൻഡസ്ട്രിയിലെ വേറൊരു വ്യക്തി, അവൻ എന്ത് ചെയ്യുക, ആ നടൻ എന്ത് ചെയ്യുക, ഈ നടി എന്ത് ചെയ്യുക, അല്ല ഈ സംവിധായകൻ അവിടെ ആയി, പ്രൊഡ്യൂസർ എന്ത് ചെയ്യുക, ഇങ്ങനെ ടോക്ക് ഇതുവരെ വന്നിട്ടില്ല. ആ ഒരു ടോക്ക് എനിക്ക് ഇഷ്ടമല്ല. മീരയെക്കുറിച്ച് പറയുന്ന ഒരു കാര്യം, അതിനോട് മീര എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. ഒരു സെറ്റിൽ ഒരു അച്ചടക്കം പാലിക്കാത്തൊരു നടിയാണ് എന്ന് പറയുമ്പോൾ അത് ഈ തരത്തിലുള്ളൊരു അച്ചടക്കം പാലിക്കാത്ത നടിയാന്നൊരിക്കലും അങ്ങനെ പറയുകയാണെങ്കിൽ വേണമെന്ന് വെച്ചിട്ട് തന്നെ എന്നോട് ഇതേപോലെ എന്തെങ്കിലുമൊക്കെ അവർക്ക് ഉദ്ദേശം ഉണ്ടായിരുന്നായിരിക്കാം. അവരുടെ ഉദ്ദേശത്തിനനുസരിച്ചിട്ട് ഞാൻ നിൽക്കാതെ വരുമ്പോൾ പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന കാര്യങ്ങളാണ്. ഒരിക്കലും അങ്ങനെ അച്ചടക്കം പാലിക്കാത്തൊരു കുട്ടിയല്ല ഞാൻ. എന്നെ അച്ചടക്കത്തോടുകൂടി തന്നെയാണ് എൻ്റെ പേരൻസൊക്കെ പറഞ്ഞത്. പിന്നെ എന്നെ മോശമായിട്ട് എൻ്റെ അടുത്ത് പെരുമാറാൻ വന്നു കഴിഞ്ഞാൽ ഞാൻ റിയാക്ട് ചെയ്യും. മോശമായിട്ട് പെരുമാറാൻ വന്നാൽ റിയാക്ട് ചെയ്യാത്ത ഇങ്ങനെ പാവം പോലെ അയ്യോ എന്നൊക്കെ നിൽക്കുന്നൊരു കുട്ടി അല്ല ഞാൻ. അവർക്കിട്ട് കളിക്കാനുള്ള തട്ടി കളിക്കാനുള്ള പന്തല്ല ഞാൻ. പ്രൈവറ്റ് പേഴ്സണാണ് ഞാൻ എന്ന് മീര പറയുമ്പോൾ സ്വകാര്യതയായി സൂക്ഷിക്കാനാണ് മീര ഇഷ്ടപ്പെടുന്നത്. പലപ്പോഴും അത് മാധ്യമങ്ങളിലേക്കോ അല്ലെങ്കിൽ പൊതു സമൂഹത്തിന് മുന്നിലേക്കോ കൊണ്ടുവരാൻ മീര ആഗ്രഹിക്കുന്നില്ല. പക്ഷേ എന്നാൽ പോലും മീരയുടെ പ്രണയവും വിവാഹ വാർത്തകളും ഒക്കെ എപ്പോഴും സജീവമാണ്. അതാണ് എനിക്കറിയില്ല, ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒതുങ്ങിക്കൂടി കഴിയാനൊക്കെയാണ് എനിക്കിഷ്ടം. പക്ഷേ അങ്ങനെ വാർത്തകൾ വരുന്നുണ്ട്, ഒന്നും ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് മാധ്യമങ്ങളുടെ ജോലിയല്ല ചെയ്യുന്നത്, ഞാൻ എൻ്റെ സ്വഭാവം കാണിക്കുന്നു. കഴിഞ്ഞ ചെന്നൈയിൽ വെച്ചൊരു ചടങ്ങിൽ തന്നെ മീര തന്നെ സ്വയം വിവാഹത്തെക്കുറിച്ച് പറയുകയും ചെയ്തിരുന്നു. വിവാഹം ഞാൻ കഴിച്ചിട്ടില്ല, കഴിക്കും. വിവാഹം കഴിക്കുമ്പോൾ എല്ലാവരെയും അറിയിക്കുമെന്ന് പറഞ്ഞു. അപ്പം വിവാഹത്തിനേയും കഴിച്ചിട്ടില്ലല്ലോ. ഞാനത് എല്ലാവരെയും ഞാൻ രഹസ്യമായി വിവാഹം കഴിച്ചു എന്നൊക്കെ പറഞ്ഞു. അതൊരിക്കലും ഉണ്ടായിട്ടില്ല. വീണ്ടും സിനിമയിലേക്ക് വരികയാണെങ്കിൽ ഒരുപാട് ശക്തരായ സ്ത്രീ കഥാപാത്രങ്ങളാണ് ഇപ്പോൾ മലയാള സിനിമയിൽ കൂടുതലായിട്ടുള്ളത്. മീരെ പോലുള്ള ഒരു അഭിനേത്രി വളരെ ചൂസി ആകേണ്ട ഒരു ഘട്ടമാണിതെന്ന് തോന്നുന്നുണ്ടോ? വീണ്ടും സിനിമയിൽ സജീവമാണ്. അതാണ് എപ്പോഴും അങ്ങനെയല്ലേ വരുള്ളൂ. ബിക്കോസ് വന്ന സമയത്ത് നമ്മൾ അവിടെ പോവും ഇവിടെ പോവും, ഓടി ചാടി നടക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മളൊരു കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ചൂസ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരും. ചൂസ് ചെയ്താലേ പറ്റുള്ളൂ, ചൂസ് ചെയ്യാതെ പറ്റില്ല. പക്ഷെ ഒരു നടി എന്ന നിലയിൽ ഇത് സന്തോഷിപ്പിക്കുന്നുണ്ട്. പല കഥാപാത്രങ്ങളും ഇപ്പോൾ അടുത്ത കാലത്ത് സിനിമയിൽ വന്ന കഥാപാത്രം ഒരു നായിക വേണ്ടാത്തൊരു ഘട്ടമാണ്. അപ്പോൾ നമുക്ക് വളരെ പരിചിതയായ ഒരു നായകനോ നായികയോ വേണ്ടാത്ത ഒരു സിനിമയാണ് ഇപ്പോൾ ഉള്ളത്. അവിടെ ഒക്കെ എങ്ങനെ അഡാപ്റ്റ് ചെയ്യപ്പെടുമെന്ന് ചിന്തിക്കുന്നുണ്ട്? പഴയ കാലത്ത് ഇപ്പം എനിക്ക് തോന്നുന്നത് ഒരു ലേറ്റ് 90s വരെ ആയിരുന്നു തോന്നുന്നു ഈ നായകന്മാർക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത്. അവർക്ക് നായകന്മാർക്ക് ഒരു ഗോൾഡൻ ടൈമാണ്. ഈ നായകന്മാരെന്നൊന്നും ഇല്ലായിരുന്നു അന്ന്. ഡയറക്ടേഴ്സിൻ്റെ ഒരു ഇറയായിരുന്നു, സംവിധായകന്മാരുടെ ഇതായിരുന്നു. അപ്പം അവിടെ ഓഫ്കോഴ്സ് നമുക്ക് നമ്മുടെ ടാലൻറ്റഡ് ആക്ടേഴ്സ് ഉണ്ടായിരുന്നു, മമ്മൂട്ടി, മോഹൻലാൽ, അങ്ങനെ. അതോടൊപ്പം തന്നെ നമുക്ക് ടാലൻറ്റഡ് ആയിട്ടുള്ള ആക്ട്രസസ് ഉണ്ടായിരുന്നു, അവർക്ക് ചെയ്യാൻ പറ്റിയ കഥാപാത്രങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഈവൻ മഞ്ജു വാര്യർ വരെയും ഭയങ്കര ശക്തമായിട്ട് എനിക്ക് തോന്നുന്ന കഥാപാത്രങ്ങൾ അവതരിപ്പിക്കാൻ പറ്റി. അപ്പോൾ അന്ന് ആ കാലം അങ്ങനെയായിരുന്നു. ശോഭന, ഉർവശി ചേച്ചി, പിന്നെ അങ്ങനെ കുറേ നമുക്ക് ഒത്തിരി ടാലൻറ്റഡ് ആയിട്ടുള്ള ആക്ട്രസസ് ഉണ്ട്, നമ്മുടെ സീനിയർ ആക്ട്രസസ്. അപ്പം ഇവരെ സപ്പോർട്ട് ചെയ്യാനുള്ള സ്ക്രിപ്റ്റ്സ് ഉണ്ടായിരുന്നു, ഇപ്പോൾ ഇല്ല. മുഖാമുഖത്തിൽ ശോഭന വന്നപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട നടിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞ പേര് മീര ജാസ്മിനാണ്. അപ്പോൾ ഞാൻ ഏത് സിനിമയെന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു എനിക്ക് മീരയുടെ ആറ്റിറ്റ്യൂഡാണ് ഇഷ്ടം. കാരണം സാധാരണ മലയാള നടിമാരിൽ കാണാത്ത ജീവിതത്തെക്കുറിച്ചുള്ളതാണെങ്കിലും വളരെ സ്വതന്ത്രമായി ചിന്തിക്കുകയും അത് എക്സ്പ്രസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് മീര. അതുകൊണ്ടാണ് എനിക്ക് മീര ഇഷ്ടം എന്ന് പറയുകയുണ്ടായി. വളരെ സന്തോഷമുണ്ട്. കാരണം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടൊരു നടിയാണ് ശോഭന. ഞാനൊരു ആക്ട്രസ് ആയത് തന്നെ ഒരു അതിശയമാണ്, എനിക്കിപ്പോഴും അതിശയമാണ് എങ്ങനെ എനിക്ക് അഭിനയിക്കാനൊക്കെ പറ്റുന്നു. അപ്പം ഞാനിങ്ങനെ വളരെ എന്താ പറയുക, ഇങ്ങനൊരു മാറ്റം സംഭവിച്ചു. എനിക്കറിയില്ല അതെങ്ങനെ സംഭവിച്ചു എന്ന്. മേ ബി സിനിമയ്ക്കപ്പുറത്ത് എന്തെങ്കിലും മോഹങ്ങളുണ്ടോ? എനിക്ക് മ്യൂസിക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ പാട്ടൊക്കെ പാടും. അപ്പം എനിക്ക് ഫ്രീ ടൈം കിട്ടുമ്പോൾ എൻ്റെ ഏറ്റവും വലിയൊരു ഹോബി എന്ന് വെച്ചാൽ ഞാൻ പാട്ടുകൾ പഠിക്കുക, പാട്ടുകൾ പാടുക,
അതിലെനിക്കൊരു വലിയ സന്തോഷം കണ്ടു. ഞാൻ വളർന്നത് ഒരു ഈ പള്ളി ചർച്ച് പശ്ചാത്തലത്തിലായതുകൊണ്ട് ഞാനൊരു അങ്ങനെ കൊയറിലൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് വെസ്റ്റേൺ മ്യൂസിക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ വെസ്റ്റേൺ സോങ്സ് ഒക്കെ ഞാൻ പാടും. അപ്പോൾ ചിലപ്പം വിചാരിക്കാറുണ്ട് വെസ്റ്റേൺ മ്യൂസിക് പഠിച്ചാലോ ഒന്നും തിരക്കേടില്ല, എനിക്ക് പാടാൻ കഴിയുമോ എന്നുള്ള. എനിക്കത് ഇഷ്ടമാണ് പാടാൻ. ഈ ക്ലാസിക്കൽ ഇഷ്ടങ്ങളോടുള്ള ഈ സുഹൃത്ത് രാജേഷിൻ്റെ ഒരു താല്പര്യം കൂടി ഇതിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടോ? ഓഫ് കോഴ്സ്, ബിക്കോസ് എനിക്കൊരു ഈ ചെറുപ്പം മുതലേ ഞാൻ പറഞ്ഞില്ലേ മ്യൂസിക്കിനോട് താല്പര്യം ഉണ്ടായിരുന്നു, ഇഷ്ടമായിരുന്നു. ഞാൻ കൊയറിലുണ്ടായിരുന്നു. പക്ഷേ എന്നെ ഈ മ്യൂസിക്കിൻ്റെ ഒരു വേൾഡിലോട്ട് എന്നെ മേ ബി എനിക്ക് ആ ഒരു ഡോറ് തുറന്നു തന്നത് ഐ തിങ്ക് ഹിസ് കോൺട്രിബ്യൂഷൻ. ബിക്കോസ് എനിക്ക് ഇൻ്റർനാഷണൽ വേൾഡ് മ്യൂസിക് എന്നുള്ളൊരു കോൺസെപ്റ്റ് എനിക്ക് കാണിച്ചു തന്നത് രാജേഷ് തന്നെയാണ്. എല്ലാ ആശംസകളും, നല്ല നല്ല കഥാപാത്രങ്ങളും നല്ല സിനിമകളും ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നമസ്കാരം.